പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോടുകൂടെ കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ. പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ. പാപി
അറിവ് തോന്നണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 25-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോടായി സംസാരിക്കുന്നുണ്ട്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ, ഒരു ശിശുവിനെ കണക്കെ ജീവിക്കുന്നവൻ, ഒരു ശിശുവിനെ കണക്കെ മറ്റുള്ളവരോട് ആയിരിക്കുന്നവൻ സ്വർഗരാജ്യത്തിലെ വലിയവനാകുന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ അരുളി ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പിഞ്ചുകുഞ്ഞ് അവൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഏത് ദിക്കിലേക്കും യാത്ര ചെയ്യുന്നുണ്ട്. ഭയപ്പാടില്ലാതെ അപ്പൻ്റെ വിരൽത്തുമ്പിൽ മുറുകെ പിടിച്ച് ഏതറ്റം വരെയും സഞ്ചരിക്കുവാൻ ഒരു കുഞ്ഞിനുള്ള ധൈര്യം തൻ്റെ അപ്പനിലുള്ള വലിയ പ്രത്യാശയാണ്. നമ്മളൊക്കെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. പിതാവായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച്, വിശ്വാസം അർപ്പിച്ച് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ സാധിക്കുന്ന ആ ഒരു വലിയ മനോഭാവം അത് ശിശുവിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് ഈശോ അരുളി ചെയ്യുന്നുണ്ട്, ഒരു ശിശുവിനെ കണക്കെ ആയിരിക്കുന്നവൻ സ്വർഗരാജ്യത്തിലെ വലിയവനാണ് എന്ന്. കുഞ്ഞിൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ വിദ്വേഷം എക്കാലവും നിലനിൽക്കുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നു. ഇതും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയുടെ വലിയ അടയാളമായി തീരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കുഞ്ഞുങ്ങളുടെ ഹൃദയം കണക്കെ നിഷ്കളങ്ക മാനസരായി തീരുവാൻ കൃപയേകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വിശുദ്ധ ബലിക്കും തിരുക്കർമ്മങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന സെന്റ് തെരേസാസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം ഈ വിശുദ്ധ ബലിയിൽ ഇപ്പോൾ സാന്നിധ്യം കൊണ്ട് സന്നിഹിതരായിരിക്കുന്നവർക്കും സാങ്കേതികമായ മാർഗങ്ങളിലൂടെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Kata
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്താൽ ദിവ്യ കൽപ്പനകളെല്ലാം അങ്ങ് സ്ഥാപിച്ചുവല്ലോ. അങ്ങേ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകിയണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഒന്നാം വായന ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന്. ദുഷ്ടന്മാർ പറഞ്ഞു, നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. അവൻ നമുക്ക് ശല്യമാണ്. അവൻ നമ്മുടെ പ്രവർത്തകരെ എതിർക്കുന്നു. നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷാവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം. അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നീതിമാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവരെ തുണയ്ക്കും, ശത്രുതരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗന്ദര്യവും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം. അവനെ ലജ്ജാകരമായ മരണത്തിൽ വിളിക്കാം. അവന്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുന്നല്ലോ. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തി എനിക്ക് നേടി നടത്തി തരണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അതിരങ്ങളിൽ നിന്ന് കുതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. ഇതാ, ദൈവമാണ് എന്റെ സഹായം. കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. ഞാൻ അങ്ങേക്ക്
കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്നിറങ്ങി ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. പഠനമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ശിഷ്യന്മാർ തർക്കിക്കുകയാണ്. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും ഭവനത്തിലെത്തി. ഈശോ ഇവരുടെ തർക്കത്തിൻ്റെ കാരണമൊക്കെ അന്വേഷിക്കുന്നു. പക്ഷേ ശിഷ്യന്മാരൊക്കെ നിശബ്ദരായിരിക്കുന്നു. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള കാര്യമാണ് ഇവർ കുട്ടികളെ പോലെ തർക്കിച്ചുകൊണ്ടിരുന്നത്. ഈശോ ഇവരോട് പറയുന്നുണ്ട്, യു ഷുഡ് ബിക്കം ലൈക്ക് ചൈൽഡ്, നോട്ട് ചൈൽഡിഷ്. കുട്ടിത്തരമായി ജീവിക്കരുത്, പക്ഷേ കുട്ടികളെ പോലെ ആയിരിക്കാം. നമ്മൾ ഒരിക്കലും ചൈൽഡിഷ് ആകരുത്, കുട്ടികളെ പോലെ ആയിത്തീരരുത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ചൈൽഡ് ലൈക്ക്, നോട്ട് ടു ബി ചൈൽഡിഷ്. അങ്ങനെയുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നൽകുന്നത്. പ്രിയമുള്ളവരെ, കുട്ടികളുടെ ഓട്ട മത്സരം തുടങ്ങുവാൻ പോകുകയാണ്. ഇത് ഒരു സ്പെഷ്യൽ സ്കൂൾ ഒരുക്കുന്ന ഓട്ട മത്സരമാണ്. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ് സ്പെഷ്യൽ സ്കൂൾ. അതല്ലെങ്കിൽ നമ്മൾ പറയും ഡൗൺ സിൻഡ്രം ഒക്കെയുള്ള കുട്ടികൾ പഠിക്കുന്നത്. നമ്മളൊക്കെ മലയാളത്തിലൊക്കെ പറയും അല്പമായി IQ കുറവുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു ഇടം സ്പെഷ്യൽ സ്കൂൾ. അങ്ങനെ ഈ കുട്ടികളുടെ ഓട്ട മത്സരം ആരംഭിക്കുവാൻ പോകുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ കുട്ടികളൊക്കെ നിരന്നു നിൽക്കുകയാണ്. അങ്ങനെ ഓട്ട മത്സരം ആരംഭിച്ചു. കുട്ടികളൊക്കെ ആവേശത്തോടുകൂടി ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യം വെച്ച് കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ഒരു കുഞ്ഞ് എവിടെയോ തട്ടി താഴെ വീഴുകയാണ്. ഈ ഗ്രൗണ്ടിൽ ഈ കുഞ്ഞ് താഴെ വീണപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരൻ
താഴെ വീണു എന്ന് കാണുമ്പോൾ ഈ കുട്ടികളൊക്കെ ചെയ്യുന്നത്, ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഓട്ടം നിർത്തിയിട്ട് ഇവരെല്ലാം ഒരുമിച്ച് പിന്നിലേക്ക് വന്നിട്ട് ഈ വീണ് കിടക്കുന്ന കുട്ടിയെ കൈപിടിച്ച് ഉയർത്തിയിട്ട് ഇവരെല്ലാവരും കൂടി കൈ കോർത്ത് പിടിച്ച് ഒരുമിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടി നീങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ ഉണ്ടായ കാണികളെല്ലാം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിക്കുന്നുണ്ട്. കാരണം ഈ ലോകം അതിബുദ്ധിമാന്മാരുടെ കാലഘട്ടമാണ്. ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവനെ എപ്രകാരം കാലിൽ വലിച്ച് താഴെയിട്ടിട്ട് എനിക്ക് മാത്രം എങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ ഒറ്റയ്ക്ക് എത്തിച്ചേരാമെന്നുള്ള മത്സര ബുദ്ധിയുടെ ഈ ലോകത്ത് ഈ കുഞ്ഞുങ്ങൾ കാണിച്ചു നൽകുന്നത് ഇവരാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ മക്കളെന്ന്. പ്രിയമുള്ളവരെ, വീണ് കിടക്കുന്നവരെ തോളോട് ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഇവരൊക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ വലിയ കുട്ടികളായി തീരുകയാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യരൊക്കെ ശരീരം കൊണ്ട് വളർന്നു എങ്കിലും പ്രവൃത്തി കൊണ്ട്, സ്വഭാവം കൊണ്ട്, മനോഭാവം കൊണ്ട് കുട്ടികളെക്കാൾ വളരെ താഴ്ന്നു ജീവിക്കുന്നവരാണ് ചുരുക്കം ചില മനുഷ്യരെങ്കിലും എന്ന് ഈ ലോകത്തിൽ പലരെയും എടുത്തു കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു പശ്ചാത്തലത്തിൽ ഈശോ നമ്മോടൊക്കെ അരുളി ചെയ്യുന്നത് നമ്മളൊക്കെ ശിശുക്കളെ കണക്കെ നിഷ്കളങ്കരായി ജീവിക്കണം എന്നുള്ളതാണ്. ഈശോയും ശിഷ്യന്മാരും ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. മലമുകളിൽ നിന്ന് ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. മലമുകളിൽ പ്രാർത്ഥിക്കുന്ന ഇടമാണ്. ഈശോ ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിക്കുന്ന ഇടമാണ് മലമുകൾ, വിജനപ്രദേശം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ദേവാലയത്തിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഭവനത്തിലേക്കൊക്കെ നമ്മൾ കൂട്ടമായി യാത്ര ചെയ്യുന്നത് പോലെ അങ്ങനെ വലിയ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയുടെ ചൈതന്യമൊക്കെ ഉൾക്കൊണ്ട് വലിയ അരൂപിയിൽ ഈശോ മുൻപിലും ശിഷ്യന്മാർ പിൻപിലുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ വലിയ തർക്കമൊക്കെ ഈശോ ശ്രവിക്കുന്നുണ്ട്. ഈ ഭവനത്തിൽ എത്തുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തർക്കിച്ചു കൊണ്ടിരുന്നത്? ഇവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്രകാരം നടന്നു നീങ്ങുന്ന സമയത്ത് ഈശോ സംസാരിച്ചത് തനിക്ക് സംഭവിക്കുവാനിരിക്കുന്ന പീഡാനുഭവത്തെ കുറിച്ചും കുരിശു മരണത്തെ കുറിച്ചുമൊക്കെയാണ് ഈശോ ഇവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്താണ് ശിഷ്യന്മാരൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാതെ പരസ്പരം തർക്കിച്ചു കൊണ്ടിരുന്നത്. കാരണം അവരെയൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല ഈശോ സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്വയം ശൂന്യമായി, സ്വയം വൃത്തിനെ പോലെ ആയി കുരിശിൽ മരിക്കേണ്ട വലിയ വിനയത്തെ കുറിച്ചാണ് ഈശോ സംസാരിക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ സംസാരിക്കുന്നത് കസേര കളിയെ കുറിച്ചാണ്. എനിക്ക് കിട്ടാനിരിക്കുന്ന കസേരയെ കുറിച്ചുള്ള കസേര കളിയെ കുറിച്ചാണ് ശിഷ്യന്മാർ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഭവനത്തിലെത്തി ഈശോ ഇവരോട് ചോദിക്കുന്നു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരുന്നത്? ആർക്കും ഒന്നും പറയാനില്ല. കാരണം ഞാനിരിക്കേണ്ട കസേരകൾ ഏത് എന്ന്, അതിനെ കുറിച്ചാണ്, പൊസിഷനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈശോ ഇവർക്ക് നൽകിയിരിക്കുന്ന പഠനങ്ങളും പാഠങ്ങളുമെല്ലാം നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. വൃത്തിനെ പോലെയാണ് അരമുറുക്കി യജമാനൻ വരുമ്പോൾ വിരുന്നുമേശയുടെ അരികിൽ നിന്നുകൊണ്ട് സെർവ് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന വൃത്തിനെ പോലെ ജീവിക്കുവാനുള്ള പ്രചോദനം നൽകുമ്പോൾ ഇവർ സ്വയം മെനഞ്ഞെടുക്കുന്നത് ഞാൻ എവിടെ കയറി പറ്റണമെന്നുള്ള വലിയ ചിന്തകളെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ്. ഈശോയുടെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരിക്കലും സാമ്രാജ്യങ്ങൾ കീഴടക്കുന്നതല്ല, അത് ശത്രുമണ്ണിലേക്ക് പടയോട്ടങ്ങൾ നടത്തുന്നതല്ല. ഈശോയുടെ ദൈവരാജ്യ സ്ഥാപനം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത സ്നേഹവും കരുണയും സഹിഷ്ണുതയും
പീഡനങ്ങൾ ഏൽക്കലും കുരിശുമരണമൊക്കെയാണ്. വിട്ടുവീഴ്ചയാണ് ഈശോയുടെ രാജ്യത്തിന്റെ വലിയ പ്രത്യേകത. ഈ രാജ്യത്തിന്റെ പ്രത്യേകതയുടെ എതിരായിട്ടുള്ള രാജ്യമാണ് ഭൗമിക രാജ്യം, രാജാക്കന്മാരുടെ രാജ്യം. ആ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് പടയോട്ടങ്ങളും യുദ്ധങ്ങളും വെട്ടിപ്പിടിക്കലും കീഴടക്കലും കൊലപാതകങ്ങളുമെല്ലാം. എന്നാൽ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു രാജ്യമാണ് ഈശോ സംസ്ഥാപിക്കുവാൻ പോകുന്നത് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും ശിഷ്യന്മാർ ഈശോയെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർ തെറ്റിദ്ധരിക്കുന്നത് ഈശോ എന്ന രാജാവ് കടന്നു വന്നിരിക്കുന്നത് റോമ രാജാക്കന്മാരെയെല്ലാം യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയിട്ട് അവിടെയെല്ലാം വാഴുന്ന, അവിടേക്ക് ആനയിക്കപ്പെടുന്ന രാജാവാണ് ക്രിസ്തു എന്നാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ പരസ്പരം തർക്കിക്കുന്നത്. നമ്മുടെ ഗുരുവായ കർത്താവ് രാജാവായി വാഴുന്ന സമയത്ത് ഇവരിൽ വലിയവനാരായിരിക്കും, ഇതിൽ മന്ത്രി ആരായിരിക്കും, ഇതിൽ ധനകാര്യമന്ത്രി ആരായിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ശിഷ്യന്മാർ പരസ്പരം തർക്കിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, അതിനുള്ള വലിയ ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട്. സെബദി പുത്രന്മാർ തങ്ങളുടെ മാതാവിനൊപ്പം ഈശോയുടെ സന്നിധിയിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണമെന്ന്. ഈശോ മഹത്വത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, മഹത്വത്തിലേക്ക് ഉയർപ്പിക്കപ്പെടുമ്പോൾ, ഈശോയുടെ മഹത്വം എന്ന് പറയുന്നത് കുരിശിന്റെ മഹത്വമാണ് എന്ന് ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സബദിപുത്രന്മാർ പറയുകയാണ്, അങ്ങ് മഹത്വത്തിലേക്ക് ഉയർപ്പിക്കപ്പെടുമ്പോൾ അങ്ങയുടെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ സബദിപുത്രന്മാർ ഈശോയോട് ആവശ്യം ഉന്നയിക്കുമ്പോൾ ബാക്കി 10 പേർക്കും ഇവരോട് വിരോധം തോന്നി എന്ന് സുവിശേഷം എഴുതി വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ സെബദിപുത്രന്മാരായ 2 പേരെ പോലെ ബാക്കി 10 പേരും, ഈശോയുടെ ശിഷ്യന്മാരായ ബാക്കി 10 പേരും ഈശോയുടെ വലത്തും ഇടത്തും മാത്രം ഇരിക്കുവാൻ ആഗ്രഹിച്ച് ഈശോയുടെ കൂടെ സഞ്ചരിച്ചവരാണ് എന്നുള്ള സൂചനയാണ്. ഈ ബാക്കി 10 പേർക്ക് ഈ 2 പേരോട് ഇത് ശ്രമിച്ചപ്പോൾ വിരോധം തോന്നി എന്ന് സുവിശേഷം എഴുതി വയ്ക്കുമ്പോൾ അത് സൂചന നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ശിഷ്യന്മാരോടാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങളൊക്കെ ഈ മനോഭാവമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ശിശുവിനെ പോലെ ജീവിക്കുവിൻ. നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കപ്പെടുവാൻ സ്വീകരിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നല്ല ചിന്തിക്കേണ്ടത്, അവിടേക്ക് എനിക്ക് എന്ത് നൽകുവാൻ സാധിക്കും. അതാണ് ഒരു കുഞ്ഞിന്റെ മനോഭാവം, അതാണ് ഒരു വൃത്തിന്റെ മനോഭാവം. കർത്താവിന്റെ ആലയത്തിലായിരിക്കുമ്പോൾ, കർത്താവിന്റെ കൃപയിൽ ചില ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുമ്പോൾ എനിക്ക് കർത്താവിനായിട്ട്, കർത്താവിന്റെ ജനത്തിനായിട്ട്, ദൈവജനത്തിനായിട്ട് എനിക്ക് എന്ത് നൽകുവാൻ സാധിക്കും? അതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ പദ്ധതി മെനനേക്കാം. പക്ഷേ കർത്താവ് നമ്മളോടൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഒരു ശിശുവിനെ കണക്കെ നിഷ്കളങ്കമായി നിനക്ക് ജീവിക്കുവാൻ സാധിക്കണം. ഒരു ശിശുവിനെ കണക്കെ പിതാവായ ദൈവത്തിന്റെ കൈവിരൽ തുമ്പിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുവാൻ നിനക്ക് സാധിക്കണം എന്നുള്ള സൂചന ഇന്നത്തെ സുവിശേഷം നമുക്കായി നൽകുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവ് ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനെ ജനിച്ചവരുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യലേഖകമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി
പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൗലോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശദീകരിക്കുന്നതനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിതാതാവും പിതാവിനോട് ഉത്തരപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് മൊത്തം ആരാധനയോടെ സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി വേഗതാമസം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണമായ ദൈവമേ, തിരുസഭയും സഭയെ നൽകുന്ന ഫ്രാൻസിസ് പാപ്പയെയും അതിനുപതിയും രൂപദാനത്തിനും ജോസഫ് പിതാവിനെയും ഞങ്ങളുടെ ഇടവകയെയും ചെവിനസുരെയും എല്ലാ സന്യാസിമാരെയും അങ്ങേക്ക് ഹൃദയത്തിൽ കാത്തുകൊള്ളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും താതനായ ദൈവമേ, ഇസ്രായേൽക്കാരെ പാതകളിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ നാടിനെ എത്തിക്കുകയും ഞങ്ങളെ ആശങ്കാകുലരാകുകയും ചെയ്തുകൊണ്ടിരിക്കുക കൊറോണ എന്ന പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ ലോകം മുഴുവനെയും സുരക്ഷിതമായി കാത്തുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും അതിന് സാധിക്കാത്ത നിരവധി യുവാക്കളെ അങ്ങയെ സമർപ്പിക്കുന്നു. അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. അവർ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരുന്നതിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്ക് നിത്യശാന്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കളെയും അപ്പത്തെയും വീനിനെയും അങ്ങ് സ്വീകരിക്കുന്ന കണക്കെ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെയും യാചനകളെയും അങ്ങ് സ്വീകരിക്കണമേ. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് തെരേസാസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളെയും എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിക്കുകയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും യാചനകളും സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. എല്ലാം സമർപ്പിക്കും വേളയിതാ നമ്മുടെ രക്ഷയ്ക്കായി ബലിയായ നാഥന്റെ കൈകളിലേക്കുള്ള നമ്മെ സമർപ്പിക്കും സമയമിതാ കാഴ്ചവെപ്പിൻ സമയമിതാ എല്ലാം സമർപ്പിക്കും വേളയിതാ നമ്മുടെ രക്ഷയ്ക്കായി ബലിയായ നാഥന്റെ കൈകളിലേക്കുള്ള വേളയിതാ നമ്മെ സമർപ്പിക്കും സമയം
സ്നേഹപൂർവം സമർപ്പിച്ചിടാം, സർവം സമർപ്പിച്ചിടാം. സ്വീകാര്യമായൊരു ബലിയായി നമ്മൾ പൂർണ്ണമായി അർപ്പിച്ചിടാം. സ്വീകാര്യമായൊരു ബലിയായി നമ്മൾ പൂർണ്ണമായി അർപ്പിച്ചിടാം. സഹനങ്ങളും ദുഃഖഭാരങ്ങളും ജീവിതത്തിൽ സ്വപ്നങ്ങളും, സഹനങ്ങളും ദുഃഖഭാരങ്ങളും ജീവിതത്തിൽ സ്വപ്നങ്ങളും, സ്വന്തമായുള്ളവയെല്ലാം കർത്താവിൻ കൈകളിലാണ്. സ്വന്തമായുള്ളവയെല്ലാം കർത്താവിൻ കൈകളിലാണ്. സ്നേഹപൂർവം സമർപ്പിച്ചിടാം, സർവം സമർപ്പിച്ചിടാം. സ്വീകാര്യമായൊരു ബലിയായി നമ്മൾ പൂർണ്ണമായി അർപ്പിച്ചിടാം. സ്വീകാര്യമായൊരു ബലിയായി നമ്മൾ പൂർണ്ണമായി അർപ്പിച്ചിടാം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ കർത്താവേ, അങ്ങേ ജനത്തിന്റെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമേ. വിശ്വാസത്തിന്റെ ഭക്തിയാൽ പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വർഗീയ രഹസ്യങ്ങളാൽ ഇവർ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവാത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ കർത്താവ് ദൈവം പരിശുദ്ധൻ.
സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ അമ്മ മഞ്ഞക്കണം പോലെ ഈ കാണിക്കകളങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വരങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടും ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലേ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴും കടിനെ പാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി
അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനിണമേ എന്നിടങ്ങളിലാഴ്ത്തണമേ. യേശുവിൻ തടജലമേ എന്നിൽ നിത്യം കരുണണമേ. വിശ്വാസത്തിൻ മഹാരഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും ഉൾച്ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടല സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാവരും അതേ മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും ഹൃദയം നമുക്കൊരുമിച്ച് ആലപിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾക്ക് താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്കു നൽകുമാറായിടേണം. അങ്ങേയദ്രോഹം
എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം ധരിക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ കുഞ്ഞാണേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാണേ ഞങ്ങളിൽ നീ കനിയണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് സെന്റ് തെരേസാസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. ദൈവവചന വായനയിലൂടെയും കാഴ്ചവയ്പ് സമർപ്പണത്തിലൂടെയും വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയും വളരെ ഭക്തി നിർഭരമായും അച്ചടക്കത്തോടു കൂടെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് ഈ ഭാരവാഹികളായ അജു, വിന്നി, ജയ്മോൾ ഇവർ 3 പേർ ഒരുമിച്ചാണ് ഈ പള്ളിയും പരിസരവുമെല്ലാം ഇത്രയേറെ മനോഹരമായി വൃത്തിയാക്കിയതും ശുചിയാക്കിയതും. ഇവർക്ക് 3 പേർക്ക് പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയും അതുപോലെ യൂണിറ്റിലെ മറ്റ് ഭാരവാഹികൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ വളരെ മനോഹരമാക്കുവാൻ, ഭക്തിസാന്ദ്രമാക്കുവാൻ അനുഗ്രഹിച്ചതിന്, സഹായിച്ചതിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച 6:30 തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് യൂണിറ്റ് നമ്പർ 3 സെന്റ് മൈക്കിൾസ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്ര കാഴ്ച 3440 രൂപ, കാഴ്ചവയ്പ് തുക 2850 രൂപയാണ്. ഇന്ന് 8:15 ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കുന്നത് മതബോധന അധ്യാപകരും PTA ഭാരവാഹികളുമാണ്. അടുത്ത ഞായറാഴ്ച 8:15 ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കുന്നത് 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളും PTA ഭാരവാഹികളും അധ്യാപകരുമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചൊവ്വാഴ്ച ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മുടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ നൊവേന രാവിലെ 6:30 ദിവ്യബലിയെ തുടർന്ന്
അർപ്പിക്കപ്പെടുകയാണ്. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കുകയാണ്. സർക്കാരിൻ്റെ പുതിയ ഇളവുകളൊക്കെ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നവംബർ 1 മുതൽ സ്കൂളുകളൊക്കെ, പ്രൈമറി ലെവൽ സ്കൂളുകളൊക്കെ തുറക്കുവാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നവംബർ 15 കൂടി മിക്കവാറും എല്ലാ സ്കൂളുകളും തുറന്ന് പ്രവർത്തിക്കുവാനുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ കടന്ന് വരികയാണ്. കുട്ടികളൊക്കെ ഉത്സാഹത്തോടുകൂടി സ്കൂളുകളിൽ ആയിരിക്കുവാനുള്ള മാനസികമായ തയ്യാറെടുപ്പും മറ്റ് തയ്യാറെടുപ്പുകളും മാതാപിതാക്കൾ നൽകുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, സ്വർഗീയ ധ്യാനത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളല്ല, അതിൻ്റെ പ്രവർത്തന ഫലം തന്നെ എന്നും ഞങ്ങളിൽ വർദ്ധമാനമാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ അൽത്താരയിൽ ഈ പുഷ്പങ്ങളൊക്കെ അലങ്കരിച്ചതും അത് സ്പോൺസർ നൽകിയതും കൂടാരപ്പള്ളി ഷൈനും കുടുംബാംഗങ്ങളുമാണ്. ഈ കുടുംബത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിലും അൽത്താരയ്ക്ക് മുമ്പിലുള്ള ഈ പുഷ്പങ്ങളൊക്കെ അലങ്കരിക്കുന്നതും അതുപോലെ ചെടികളൊക്കെ ആയിട്ട് അലങ്കരിക്കുന്നത് ഷൈനാണ്. ഷൈനും കുടുംബത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ത്യാഗത്തോടെ കൈകളിൽ താങ്ങിയോളോ, സ്നേഹത്തോടെ ഉദരത്തിൽ വഹിച്ചവളോ, നിൻവേദനയിൽ
സകലത്തിൽ